ഹായ് എല്ലാവർക്കും നമസ്കാരം. യു കെയിലോട്ട് ഇപ്പോൾ വരാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇതാ ഒരു സുവർണാവസരം. അതായത് 2023 ഇന്ത്യ അതുപോലെ തന്നെ യു കെ ഗവൺമെൻറ്റും ചേർന്ന് യങ് പ്രൊഫഷണൽ സ്കീം എന്ന ഒരു വിസ ഇൻട്രൊഡ്യൂസ് ചെയ്തായിരുന്നു. അതിൽ 2100 ആളുകൾക്കാണ് യു കെ വിസ കൊടുത്തത്. അതിപ്പോൾ രണ്ടാമത് ഓപ്പൺ ആവുകയാണ്. അത് ഈ മാസം, അതായത് ഫെബ്രുവരി 18-ാം തീയതിയാണ് അതിൻ്റെ അടുത്ത ബാലറ്റ് ഓപ്പൺ ആവുന്നത്. അത് ക്ലോസ് ആകുന്നത് ഈ മാസം 20-ാം തീയതി ആയിരിക്കും. അപ്പോൾ 3000 സ്പോട്ടാണ് നിലവിൽ അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ നമ്മളത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ നോക്കുക. നിങ്ങളൊരു ഗ്രാജുവേറ്റ് ആണെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ അതിൽ ചില ക്രൈറ്റീരിയാസ് കൂടെ നമ്മൾ മീറ്റ് ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. അതെന്തൊക്കെയാണ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഈ വീഡിയോ നോക്കാം. ഈ വീഡിയോ നമുക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. അതിൽ മെയിനായിട്ട് പറയുന്നൊരു കാര്യമാണ് നിങ്ങളുടെ വയസ്സ് അത് 18-നും 30-നും ഇടയിൽ ഉള്ളതായിരിക്കണം. അതിൽ കൂടുതലോ കുറവായി കഴിഞ്ഞാൽ അത് റിജക്ഷൻ വരാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു വാലിഡ് പാസ്പോർട്ട് ആവശ്യമായിട്ട് വരുന്നുണ്ട്. ഇത് അറ്റ്ലീസ്റ്റ് 6 മാസമെങ്കിലും വാലിഡിറ്റി ഉള്ളതായിരിക്കണം. അതോടൊപ്പം നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ യു കെ ബാച്ചിലർ ഡിഗ്രിക്ക് സമാനമോ അതിൽ കൂടുതലോ ലെവലുള്ള ഒരു ഗ്രാജുവേഷൻ ആയിരിക്കണം. ഇതിനെല്ലാം പുറമെ നിങ്ങളുടെ അക്കൗണ്ടിൽ ഫിനാൻഷ്യൽ സപ്പോർട്ടായിട്ട് 2530 പൗണ്ട് സേവിങ്സ് ആയിട്ട് നമ്മൾ കാണിക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. പറഞ്ഞ ക്രൈറ്റീരിയാസും അതുപോലെ തന്നെ നിങ്ങളൊരു ഗ്രാജുവേറ്റ് ഹോൾഡറോ ആണെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. അതോടൊപ്പം കുറച്ച് കാര്യങ്ങൾ കൂടി അവരുടെ വെബ്സൈറ്റിൽ പറയുന്നുണ്ട്. നിങ്ങൾ സെലക്ട് ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് 2 ആഴ്ചയ്ക്കുള്ളിൽ ഒരു ഇമെയിൽ നോട്ടിഫിക്കേഷനായിട്ട് വരും. പിന്നെ 90 ദിവസത്തിന് ശേഷം നിങ്ങൾക്ക് അപ്ലിക്കേഷൻ കൊടുക്കാവുന്നതാണ്. അപ്ലിക്കേഷൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അതുപോലെ തന്നെ നമുക്ക് വിസ ആപ്ലിക്കേഷൻ അതോടൊപ്പം ബയോമെട്രിക്സ് ചെയ്യാം. അതിൽ ചെറിയ ചാർജ് ഈടാക്കുന്നുണ്ട്. അത് എത്രയാണെന്ന് പറഞ്ഞിട്ടില്ല. അതുപോലെ തന്നെ ഇമിഗ്രേഷൻ ഫീ വരുന്നുണ്ട്. അതുപോലെ തന്നെ വിസ ആപ്ലിക്കേഷൻ ഫീ വരുന്നുണ്ട്. ഇമിഗ്രേഷൻ ഹെൽത്ത് സർചാർജും ഇതോടൊപ്പം വരുന്നുണ്ട്. വേറൊരു കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഈ വിസയ്ക്ക് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് 2 വർഷത്തിൽ കൂടുതൽ നമുക്ക് ഈ ഒരു വിസയുമായിട്ട് യു കെ നിൽക്കാൻ സാധിക്കില്ല എന്നൊരു കാര്യം ഓർക്കുക. അതോടൊപ്പം ഗവൺമെൻറ് പറയുന്ന വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു വിസയുടെ പേരിൽ കുറേയേറെ തട്ടിപ്പുമായിട്ട് ഏജൻസികൾ ക്യൂ നിൽക്കുന്നുണ്ട്. നിങ്ങൾ ദയവ് ചെയ്ത് അവർക്ക് പണം കൊടുക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് സ്വന്തമായിട്ട് അപ്ലിക്കേഷൻ ചെയ്യാവുന്നതാണ്. അതിൻ്റെ അപ്ലൈ ചെയ്യേണ്ട ലിങ്കും അതോടൊപ്പം അതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ ഒരു അവസരം നിങ്ങൾ മിസ് ഔട്ട് ചെയ്യാതിരിക്കുക. മാക്സിമം ട്രൈ ചെയ്യുക. നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ എന്താ പറയുന്ന ഭാഗ്യം എന്ന് പറയാം, ഒരു ഭാഗ്യപരീക്ഷണം എന്നൊക്കെ പറയാം ഈ വിസയ്ക്ക്. എന്തായാലും നിങ്ങളുടെ ലക്ക് പോലെ ഇരിക്കും. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.